പ്രവീണിൻ്റെ തന്നെ കോളേജിലെ ഒരു ടീച്ചർ എന്നെ വിളിച്ചിട്ട് സാറിനൊരു ചെറിയ ആക്സിഡൻറ്റ് പറ്റി എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പ്രവീണിൻ്റെ മറ്റൊരു കൊളീഗ്, വേറൊരു കോളേജിൽ ജോലി ചെയ്തിരുന്ന ഒരു ടീച്ചർ എന്നെ വിളിച്ചിട്ട് ആ ടീച്ചറാണ് പറയുന്നത്, ജസ്ന പോയെന്നാണല്ലോ കേട്ടത് എന്ന്. ഞാൻ കരഞ്ഞില്ല, ഞാൻ അന്ന് കരഞ്ഞിട്ടേ ഇല്ല. ഞാൻ കരയാതിരുന്നതിന് എൻ്റെ ഉള്ളിൽ ഓക്കെ, ഇനി എൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഞാൻ എത്തി. ഞാൻ എന്തോ എൻ്റെ ഉള്ളിൽ എന്തോ ദുരന്തം എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് പോലെയൊക്കെയാണ് ഞാൻ അപ്പോൾ എൻ്റെ മനസ്സ് ബിഹേവ് ചെയ്തത്. അതിനുശേഷം ഹോസ്പിറ്റലിൽ പോയി എൻ്റെ ബ്രെയിൻ കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആയി. എനിക്ക് സ്ട്രെസ്സ് വന്നാൽ ഞാൻ ഷട്ട് ഡൗൺ ആകും. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ അവിടെ പോയി ചെയറുകൾ കൂട്ടിയിട്ടിരിക്കുന്നിടത്ത് കിടന്നു. അതിനുശേഷം എന്നെ കാണിച്ചു തന്നു. പ്രവീണിനെ കാണണ്ട എന്ന് ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ അവരെ കാണണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കാണിച്ചു തന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ നിറയെ ആളുകൾ, പ്രവീണിൻ്റെ കൊളീഗ്സും സ്റ്റുഡൻസും എല്ലാം കൂടിയിരുന്നു, ബന്ധുക്കളും. അവനെന്നെ കാണിച്ചു തന്നു. ഞാൻ കണ്ടു. കുറച്ച് നേരം മുൻപ് കൂടി എനിക്ക് മെസ്സേജ് അയച്ച ആളാണ്.